إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ വിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ഭയഭക്തിയുള്ള ദാസന്മാരായി ജീവിച്ചു മരിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നെ നിങ്ങളെയും ആദ്യമായി ഉണർത്തുകയാണ്, ഗൗരവപൂർവ്വം വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൗതികമായി നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അനേകായിരം അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ് എന്ന് നമ്മളോട് ചോദിച്ചാൽ പലതും നമ്മുടെ മനസ്സിലൂടെ മിന്നി മറഞ്ഞു പോകും. എന്നാൽ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അതുപോലെ തന്നെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി നമ്മളോട് പറയുന്നതും രണ്ട് അനുഗ്രഹങ്ങളാണ്. ഒന്ന്, വിശപ്പിന് ഭക്ഷണം ലഭിച്ചു എന്നതും ഭയമില്ലാത്ത നിർഭയത്വത്തിന്റെ ഒരു അവസ്ഥ നമുക്ക് ലഭിച്ചു എന്നുള്ളതും. ഇതിനേക്കാൾ വലിയൊരു അനുഗ്രഹം ഇല്ല. പേടിയും വിശപ്പും അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീഷണിയാണ് എന്ന് നമ്മൾ ഈ സമകാലീന ലോകത്ത് പല രാജ്യങ്ങളുടെയും അവസ്ഥ, പല പ്രദേശങ്ങളുടെയും അവസ്ഥയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ എന്തുകൊണ്ട് ഇത് നിസ്സാരമായി കാണുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് ആഴത്തിൽ ആലോചിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, പണ്ടൊക്കെ കശുമാങ്ങയും അതുപോലെ തന്നെ താളും ചേമ്പും ഒക്കെ തിന്ന് ജീവിച്ചിരുന്ന ഒരു കാലം, അതൊക്കെ ഭക്ഷ്യവസ്തുവാക്കിക്കൊണ്ടിരുന്ന ഒരു കാലം നമുക്കുണ്ടെങ്കിൽ അതുപോലും അറിയാത്ത നിലക്കാണ് നമ്മുടെ മക്കൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. വിശപ്പ് എന്താണ് എന്നറിയാത്ത മക്കൾ നമ്മളെ സംബന്ധിച്ചിടത്തോളവും പഴയൊരു കാലത്തേക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത നിലക്ക് ഭക്ഷണം വേണ്ടാത്തത് കൊണ്ട് കഴിക്കാത്തൊരവസ്ഥയിലാണ്. നമുക്കിത് രണ്ടും യഥേഷ്ടമുണ്ട്. ഭക്ഷണവുമുണ്ട്, നിർഭയത്വവും നമുക്ക് ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഇങ്ങനെയൊക്കെ പല ലോകത്ത് പല സ്ഥലങ്ങളിലും സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും അത് അത്രത്തോളം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ നമുക്ക് ഇന്നും സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഈ രണ്ട് അനുഗ്രഹങ്ങളെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. അതായത് മക്കയിലുള്ള ഖുറൈശികൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ നമുക്കൊക്കെ അറിയുന്ന സൂറത്താണ്. ഇലാഫി ഖുറൈശ് ഇലാഫിഹിം റഹ്ലത ശിതാഇ വസ്സൈഫ് ഫലിയഅബ്ദു റബ്ബ ഹാദൽ ബൈത്തിൽ ലദി അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. ഖുറൈശികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കച്ചവട യാത്രയിൽ ഇണക്കമുണ്ടാക്കി കൊടുത്തതിനെ കുറിച്ച് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ശൈത്യകാലത്തും ചൂടുകാലത്തും ഒക്കെ അവർക്ക് കച്ചവടം നടത്തണം. അതുകൊണ്ട് തന്നെ രണ്ട് പ്രദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിർദ്ദേശിച്ചു കൊടുത്തു. അതിശൈത്യം ഉള്ള സമയത്തും അതികഠിനമായ ചൂടുള്ള സമയത്തും മാറി മാറി കച്ചവടം ചെയ്യുന്നതിനുള്ള രണ്ട് സ്ഥലങ്ങൾ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുകയാണ്, ഫലിയഅബ്ദു, അതുകൊണ്ട് നിങ്ങൾ ആരാധിക്കണം, റബ്ബ ഹാദൽ ബൈത്ത്, ഈ ഒരു ബൈത്തിന്റെ, ഈ ഒരു ഭവനത്തിന്റെ, കഅബയുടെ നാഥനെ അവർ ആരാധിക്കേണ്ടതുണ്ട്. ഇതിന് ഉപാധിയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വെക്കുന്ന കാര്യം എന്താണ്? അല്ലദി അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. അതായത് അവർക്ക് വിശപ്പിന് ഭക്ഷണം നൽകിയവനായ റബ്ബ് അവർക്ക് കച്ചവടത്തിനുള്ള സൗകര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാലാവസ്ഥാപരമായി കൊണ്ട് തന്നെ ചെയ്തു കൊടുത്തത് എന്തിനു വേണ്ടിയാണ്? അവർക്ക് വിശപ്പിന് ഭക്ഷണം ലഭിക്കണം. വആമനഹും മിൻ ഖൗഫ്, ഭയത്തിന് നിർഭയത്വം ലഭിക്കുകയും വേണം. മക്ക പ്രദേശം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിർഭയത്വത്തിന്റെ രാജ്യമാണ്. ആ മക്കയും ഹറമും എല്ലാം
അവിടെ അമ്നിന്റെ പ്രദേശമാണ്, നിർഭയത്വത്തിന്റെ പ്രദേശമാണ്. അവിടെ വെച്ചുകൊണ്ട് യുദ്ധം പോലും ചെയ്യാൻ പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മാത്രമല്ല, അതിനു മുമ്പേ ഉള്ള നിയമം തന്നെയാണ്. അപ്പൊ ഇത് രണ്ടും മക്കക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്തിട്ട് ഇത് രണ്ടും നൽകിയ റബ്ബിനെ അവർ ആരാധിക്കട്ടെ എന്ന് പറയുമ്പോൾ അള്ളാഹു എടുത്തു പറഞ്ഞ രണ്ട് അനുഗ്രഹങ്ങൾ, ഒന്ന് വിശപ്പിന് ഭക്ഷണം, ഭയത്തിന് നിർഭയത്വം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല രീതിയിലുള്ള പുണ്യങ്ങളെക്കുറിച്ചും പ്രതിഫലം ലഭിക്കുന്ന കർമ്മങ്ങളെക്കുറിച്ചും ഒക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഖൈറുക്കും മൻ അത്അമ ത്വആം, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഭക്ഷിപ്പിക്കുന്നവനാണ്, ഭക്ഷണം വേണ്ടവന് ഭക്ഷണം നൽകുന്നവനാണ്, വിശപ്പിന് ഭക്ഷണം നൽകുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മളൊക്കെ സുഭിക്ഷമായി തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നോമ്പിന് പോലും പട്ടിണിയുടെ ഒരു സ്വാദ് നമ്മൾ അറിയുന്നില്ല. നോമ്പുകാരൻ നോമ്പ് തുറക്കുമ്പോഴുള്ള ഒരു സന്തോഷം പോലും പലപ്പോഴും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. അത് കാരണം നമ്മുടെ അത്താഴം വളരെ ഗംഭീരമാണ്, നമ്മുടെ നോമ്പ് തുറ വളരെ ഗംഭീരമാണ്. അതുപോലെ തന്നെ നമ്മൾ അല്ലാത്ത സമയത്തും നോമ്പ് തുറന്നു കഴിഞ്ഞുമൊക്കെ എങ്ങനെയൊക്കെ കഴിക്കാൻ സാധിക്കുമോ അതൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആൻ, വയുതഇമുന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ സ്വഭാവമായിക്കൊണ്ട് പറയുകയാണ്, വയുതഇമുന ത്വആമ, ഒരു ഭക്ഷണം നൽകുന്ന ആളുകളാണ്, അലാ ഹുബ്ബിഹി, അവർക്ക് ആ ഭക്ഷണത്തിനോട് ഇഷ്ടമുള്ള സമയത്ത് തന്നെ കഷ്ടപ്പെട്ട് അവർ സമ്പാദിച്ച് അവർ ചിലപ്പോൾ വായിലേക്ക് വെക്കാൻ പോകുന്ന സമയത്ത് പോലും ഭക്ഷണം ആവശ്യമുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ആ ഭക്ഷണം അവർക്ക് കൊടുക്കുന്ന ആളുകളാണ്. മിസ്കീനൻ വയതീമൻ വഅസീറ, കഷ്ടപ്പെടുന്ന ആളുകൾക്കും യതീമിനും അതുപോലെ സാധുക്കളായ ചോദിക്കാതെ കഷ്ടപ്പാട് തിരിച്ചറിഞ്ഞുകൊണ്ട് കൊടുക്കേണ്ട ഒരു വിഭാഗമായ മിസ്കീനും ഒക്കെ ഭക്ഷണം കൊടുക്കുന്ന ആളുകളാണ്. എന്നിട്ട് അവർ പറയും, ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ, ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് നിങ്ങളൊരു ചിരിയോ ഒരു സലാം പറച്ചിലോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും പ്രീതിയോ ഒന്നും പ്രതീക്ഷിച്ചല്ല. ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാ, അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ, നിങ്ങളുടെ നന്ദി വാക്ക് പോലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, നിങ്ങളുടെ ഒരു നന്ദി വാക്ക് പോലും ഒരു പ്രതിഫലവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇന്നാ നഖാഫു മിൻ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറ, ഞങ്ങൾ ഏറ്റവും കഠിനമായ ശിക്ഷയുള്ള മുഖം വിവർണമായി പോകുന്ന നരകത്തിന്റെ ശിക്ഷ ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട്. ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ആ ഷർറിന്റെ ദിവസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. വലഖാഹും നദറതൻ വസുറൂറ, അവർ സന്തോഷത്തിനെയും കൺകുളിർമയെയും കണ്ടുമുട്ടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങൾ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇന്നാ നഖാഫു മിൻ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറ. എന്തുകൊണ്ടാണ് മിസ്കീന് ഭക്ഷണം കൊടുത്തത്? എന്തുകൊണ്ടാണ് യതീമിനെ പരിഗണിച്ചത്? എന്തുകൊണ്ടാണ് ചോദിച്ചു വരുന്നവന്റെ കഷ്ടപ്പാട് മനസ്സിലാക്കി അവനെ സഹായിച്ചത്? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദ്യം ചെയ്യും. നമ്മൾ സുഭിക്ഷമായിക്കൊണ്ട് വീട്ടിൽ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുമ്പോൾ ഒരു അയൽവാസി ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർ നമ്മൾ കണ്ടുപിടിച്ചവർ ഭക്ഷണം കൊടുത്തിട്ടില്ല എങ്കിൽ സഹോദരന്മാരെ, നരകമാണ് ശിക്ഷ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇനി അല്ലാഹു രക്ഷപ്പെടുത്തു, ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം, ആ ദിവസത്തിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തുന്ന ആരെയാണ്? യാതൊരു പ്രതിഫലവും അവരിൽ നിന്ന് മോഹിക്കാതെ അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഭക്ഷണം നൽകുന്ന ആളുകൾക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായിക്കൊണ്ട് നമ്മോട് പറയുകയാണ്. സഹോദരന്മാരെ, അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ഒരു മിസ്കീനെ പരിഗണിക്കാതെ ഇപ്പുറത്ത് കിടന്നുറങ്ങുന്ന വലിയ ഹാജിയാരായിരിക്കും, ഉംറ ചെയ്തിട്ടുണ്ടാകും, ഒരുപാട് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകും. ഒരാളുടെ പട്ടിണി അത് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, അത് നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചിട്ടുണ്ട് എങ്കിൽ ഇതൊക്കെ പ്രതിഫലാർഹമല്ലാത്ത അമലായിക്കൊണ്ട് മാറുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി സുറൂറുൻ തദ്ഖുലുഹു അലാ മുസ്ലിമിൻ, ഒരാളുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട പ്രവർത്തനം അതെന്താണ്? സുറൂറുൻ തദ്ഖുലുഹു അലാ മുസ്ലിമിൻ, ഒരു മനുഷ്യനെ സന്തോഷം മനസ്സിലേക്ക് പ്രവേശിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ കാര്യം, ഒരു മനുഷ്യന് സന്തോഷം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ കാര്യമാണ്. ഔ തക്ഷിഫു അൻഹു കുർബതൻ, അല്ലെങ്കിൽ അവന്റെ ഒരു പ്രയാസം നീക്കി കൊടുക്കലാണ്. ഔ തത്റുദു അൻഹു ജൂഅൻ, അല്ലെങ്കിൽ അവന്റെ വിശപ്പ് മാറ്റാനുള്ള ഭക്ഷണം കൊടുക്കലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ഒരുപാട് ഗൗരവപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കാൻ, ഷിർക്ക് പോലെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ, തൗഹീദ് പഠിപ്പിക്കാൻ വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനോടൊപ്പം ഒക്കെ ചേർത്ത് പറയുന്ന കാര്യമാണ് യതീമിനും മിസ്കീനിനും കഷ്ടപ്പെടുന്നവർക്കും സാധുക്കൾക്കുമൊക്കെ ഭക്ഷണം കൊടുക്കുക എന്നുള്ള കാര്യം. അത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട കാര്യമാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു, ഇത്തഖുന്നാറ വലൗ ബിശഖ്ഖി തംറത്തിൻ, ഒരു കാരക്കച്ചീൽ കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് ഏറ്റവും അനുയോജ്യമായ ഒരു അവസരമാണ് ഒരാൾ പട്ടിണി കിടക്കുന്ന സമയം.
ഒരു കാരക്കച്ചികളാണ് കൊടുക്കാൻ സാധിക്കുന്നതെങ്കിൽ, നമ്മുടെ അടുത്ത് ഒരു കാരക്കയാണുള്ളത്, അതെനിക്ക് കഴിക്കണം, അതിന്റെ ഒരു പകുതിയെങ്കിലും കൊടുത്ത് ഒരു മനുഷ്യന്റെ വിശപ്പടക്കാൻ സാധിച്ചാൽ അത് ഏറ്റവും വലിയ അമലാണ് എന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. മാത്രമല്ല അത് നരകത്തിൽ രക്ഷപ്പെടുത്തുന്ന കാര്യമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഖിയാറുക്കും മൻ അത്അമ തആം, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഭക്ഷണം ആവശ്യമുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് എന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ജാഅ അറാബിയൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു കാട്ടറബിയായ മനുഷ്യൻ കടന്നു വരികയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അല്ലിംനി അമലൻ യുദ്ഖിലുൽ ജന്നത, എന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരു കാര്യം, ഒരു അമല് എനിക്ക് പറഞ്ഞു തരണമെന്ന് പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്ന കാര്യം, അഅതകിൻ നിസ്മ, നീ നിന്റെ കുടുംബ ബന്ധങ്ങൾ ചേർക്കണം, വഫക്കിർ റക്ബ, അതുപോലെ തന്നെ അടിമത്ത മോചനം നടത്തണം. രണ്ട് കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഔലസ്തുമ ബിവാഹിദ, എനിക്കിതൊന്നും സാധിച്ചിട്ടില്ലെങ്കിലോ? അവരെ വിശ്വാസം പറഞ്ഞു, ഫഇൻ ലം തുതിഖ് ദാലിക, നിനക്കിത് സാധിക്കുന്നില്ലെങ്കിൽ, രണ്ട് ഏറ്റവും വലിയ കാര്യം പറഞ്ഞു കൊടുത്തിട്ട് സാധിക്കുന്നില്ലെങ്കിൽ, ഫഅത്ഇമി തുആം, ഒരാൾക്ക് നീ ഭക്ഷണം കൊടുക്കുക, ഒരു മനുഷ്യന് ഭക്ഷണം കൊടുക്കുക, അൽ ജാഇ, വിശക്കുന്ന ഒരു മനുഷ്യന് നീ ഭക്ഷണം കൊടുക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, എത്രയോ കാര്യങ്ങൾ ലോകത്തുണ്ട്. റസൂലുള്ളാഹിക്ക് പലതും പറഞ്ഞു കൊടുക്കാമായിരുന്നു. ഈ വരുന്ന മനുഷ്യനും ആഗ്രഹിക്കുന്നത് വേറെ പലതുമാണ്. പക്ഷെ പ്രവാചക നമ്മൾ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യമാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപദേശം, അത്ഇമു തുആം, നിങ്ങൾ ഭക്ഷിപ്പിക്കണം, വസിലുൽ അർഹാം, അതോടൊപ്പം പറയുന്നത് കുടുംബ ബന്ധം ചേർക്കണം, വസല്ലു ബില്ലൈലി വന്നാസ് നിയാം, ജനങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഖിയാമുൽ ലൈൽ നമസ്കരിക്കണം, തദ്ഖുലുൽ ജന്നത ബിസലാം, എങ്കിൽ നിങ്ങൾക്ക് സമാധാനമായിക്കൊണ്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാം. സഹോദരന്മാരെ, രാത്രി നമസ്കാരം കൊണ്ട് സമാധാനത്തോടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് കഴിയുമോ? അതുപോലെ തന്നെ കുടുംബ ബന്ധം ചേർത്തത് കൊണ്ട് മാത്രം സമാധാനത്തോടു കൂടി നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമോ? അതോടൊപ്പം എന്ത് വേണം? നിങ്ങൾ ഭക്ഷിപ്പിക്കണം. കുടുംബ ബന്ധം ചേർക്കുന്ന ആള് പട്ടിണിയാണോ എന്നറിയാൻ സഹോദരന്മാരെ നമുക്ക് ബാധ്യതയുണ്ട്. അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പൊ നിസ്കാരക്കാരനായതുകൊണ്ട് ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. കുടുംബങ്ങളെ ചേർത്ത് നിർത്തുന്നവനായതുകൊണ്ട് മാത്രം സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. നമ്മളെ കൺമുന്നിൽ ഒരാള് പട്ടിണിയാണ് എങ്കിൽ, സഹോദരന്മാരെ, ഈ ലോകത്ത് പട്ടിണിയൊന്നുമില്ല, എല്ലായിടത്തും വലിയ സുഭിക്ഷമാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ആ രീതിയിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമുക്കറിയാം, ഇന്നും പട്ടിണിയുള്ള ആളുകളുണ്ട്, ഇന്നും ഒരു ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത ആളുകളുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇത് നമ്മുടെ സ്വത്തൊന്നും മുഴുവനായിട്ട് എഴുതി കൊടുക്കാനല്ല പറയുന്നത്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തആമുൽ ഇസ്നൈനി കാഫി അസ്സലാസ, രണ്ടാളുടെ ഭക്ഷണം മൂന്നാൾക്ക് മതി, വതആമു സലാസതി കാഫി അൽ അർബഅ, മൂന്നാളുടെ ഭക്ഷണം മതി നാലാൾക്ക് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമുക്ക് ഉള്ളതിൽ നിന്ന് കൊടുക്കാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളുടെ സ്വതക്കകളും നമ്മളെ സക്കാത്തും ഇതിന്റെയൊക്കെ അടിസ്ഥാനം പാവങ്ങളുടെ പട്ടിണി മാറ്റൽ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സക്കാത്ത് എന്ന് പറയുന്ന ഒരു നിർബന്ധ കർമ്മം പഠിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? അത് പാവങ്ങളുടെ പട്ടിണി മാറ്റുക എന്നതാണ്. ഒരാളെ പട്ടിണിയാക്കിയിട്ട് മറ്റാരെ ഏത് രീതിയിൽ രക്ഷപ്പെടുത്തിയത് കൊണ്ട് സഹോദരന്മാരെ നമ്മൾ സക്കാത്ത് കൊടുത്തു എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം കാണാൻ സാധിക്കുന്ന കാര്യം, ആരാണ് ഓവർടേക്ക് ചെയ്തുകൊണ്ട് ആദ്യം കത്ത് കൊണ്ടുവന്നു തരുന്നത്, അവനാണ് നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത്. ഇതൊരു സിസ്റ്റം ആയിക്കൊണ്ട് മാറിയുകൊണ്ട് വലിയ മാറ്റവും നമുക്ക് വരുത്താൻ കഴിയില്ല. പക്ഷെ അപ്പോഴും നമ്മളുടെ പരിസര പ്രദേശങ്ങളിൽ പട്ടിണിയുള്ള ആളുകൾ ഉണ്ടാകും. അവർ അവഗണിക്കപ്പെടുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബിരുദന്മാരായിട്ടുള്ള ആളുകള് അവർ വീട്ടില് നല്ല സുഭിക്ഷമായിക്കൊണ്ട് കഴിയും. ഒരു സക്കാത്തിന്റെ വിഹിതം കൊടുക്കുന്ന ഒരു കാര്യം പല നാടുകളിലും ചർച്ചയ്ക്ക് വരുമ്പോൾ പരമ്പരാഗതമായിക്കൊണ്ട് ചില ആളുകളുണ്ട്, സക്കാത്ത് വാങ്ങാൻ വേണ്ടി ജനിച്ച ആളുകൾ, സദക്ക വാങ്ങാൻ വേണ്ടി ജനിച്ച കുറച്ച് ആളുകളുണ്ട്. അവരെ കുറിച്ചാണ് ആദ്യം പേര് വരിക. ഇന്ന ആൾക്ക് കൊടുക്കണം. അയാളുടെ കുഞ്ഞിന് 3 വയസ്സുള്ള സമയത്ത് കൊടുക്കാൻ തുടങ്ങിയതാണ്. ആ കുഞ്ഞിന് 4 വയസ്സായി, 5 വയസ്സായി, 18 വയസ്സായി, അവന് ജോലി കിട്ടി, അവനെന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടാവും, വീട് പോറ്റുന്നുണ്ടാവും. അപ്പോഴും ബാപ്പയെ വെച്ചുകൊണ്ട് അവിടെ സക്കാത്ത് കൊടുക്കുന്ന ഒരു അവസ്ഥ നമുക്ക് പല നാടുകളിലും കാണാൻ സാധിക്കും. അവകാശികളല്ലെങ്കിൽ സഹോദരന്മാർ, എനിക്ക് വേണ്ടെന്ന് പറയാൻ കഴിയണം. എനിക്ക് വേണ്ട, എനിക്ക് അത്യാവശ്യം ജീവിക്കാൻ വകയുണ്ട് എന്ന് പറയാൻ കഴിയണം. കാരണം ഒരു പട്ടിണിക്കാരന്റെ ആ വിഹിതമാണ് നമ്മൾ പിടിച്ചു വാങ്ങുന്നത്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ സക്കാത്തിന്റെ അവകാശിയാണോ എന്ന് നമ്മൾ സഹോദരന്മാരെ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. അപ്പോ പട്ടിണിക്കാരനെയാണ് ഏറ്റവും പ്രധാനമായിക്കൊണ്ട് നമ്മൾ പരിഗണിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം സഹോദരൻ? നമ്മുടെ നാട്ടിൽ പട്ടിണിക്കാരുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം. അങ്ങനെയാണെങ്കിൽ അതിനൊരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കണം. നമ്മളുടെ നമ്പർ നമുക്ക് പറ്റുമെങ്കിൽ പല ഗ്രൂപ്പുകളും നമുക്കുണ്ട്. നിങ്ങൾ പട്ടിണിയാണെങ്കിൽ ഇതിലേക്ക് വിളിക്കാൻ പറയാൻ സാധിച്ചാൽ
സഹോദരന്മാർ, ഒരാളുടെ പട്ടിണി നമുക്ക് മാറ്റാൻ സാധിച്ചാൽ ഇത് ഒരിടത്തുമില്ല, എല്ലാവരും കള്ളന്മാര് എന്ന് പറഞ്ഞാണ് നമ്മളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, ഞങ്ങളിവിടെ ഒരു കിറ്റ് കൊടുക്കാൻ പോയ സമയത്ത് ഒരു വീടിന്റെ അടുത്തുകൂടെ ഒരു ഇടവഴി കൂടെ കയറി വേണം പോകാൻ. അപ്പോൾ ഒരു അമുസ്ലിം ആയിട്ടുള്ള മനുഷ്യൻ താമസിക്കുന്ന ഒരു വീട്, അപ്പുറത്ത് മുസ്ലിം ആയിട്ടുള്ള ഒരാൾക്ക് അത്ര വലിയ കഷ്ടപ്പാടില്ലാത്ത ആളാണ്, നമ്മുടെ ലിസ്റ്റിലുള്ളതാണ്. അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ പോകുമ്പോൾ അങ്ങോട്ട് 2 അരിപ്പൊടിയൊക്കെ ചുമന്നിങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഇയാൾ നമ്മളോട് ചോദിക്കുകയാണ്, ഒരു അരിപ്പൊടി എനിക്ക് തരുമോന്ന്. ഇങ്ങനത്തെ ആളുകളുണ്ട്, നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. ഒരു അരിപ്പൊടി അയാൾ ചോദിച്ചപ്പോൾ അയാളുടെ കാര്യം അന്വേഷിച്ചപ്പോൾ കൊറോണ കഴിഞ്ഞതിന് ശേഷം അയാൾ ഇന്ന് വരെ, അയാളുടെ കുടുംബം, ആ മക്കള് ഇന്ന് വരെ അരി കൊണ്ടുണ്ടാക്കിയ ഒരു പലഹാരം കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ സഹോദരന്മാർ, ഇതൊന്നും ഇല്ലാത്ത കാര്യമല്ല. എന്നിട്ട് നമ്മൾ അവിടെ കൊടുത്തിട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടായി. അങ്ങനെയുള്ള ആളുകൾ, അത് ഏത് ജാതിയുമായിക്കൊള്ളട്ടെ, ഏത് മതവുമായിക്കൊള്ളട്ടെ, സഹോദരന്മാരെ, പട്ടിണിക്കാരനാണ് ഭക്ഷണം, പട്ടിണിക്കാരനാണ് ഭക്ഷണം, വിശക്കുന്നവനാണ് ഭക്ഷണം. അത് നമുക്ക് ആലോചിക്കാൻ സഹോദരന്മാരെ നമുക്ക് സാധിക്കണം. ഇതിപ്പോ പറയാൻ പ്രധാനമായിക്കോട്ടെ പറയാൻ കാരണം, സഹോദരന്മാരെ, വിശപ്പറിയുന്ന ആളുകൾക്ക് മാത്രമേ അത് അനുഭവിക്കുന്ന പ്രയാസം മനസ്സിലാക്കാൻ കഴിയൂ. വിശപ്പ് എന്തെന്നറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരിടത്തും കഷ്ടപ്പാടുണ്ടാവുകയില്ല. ഈ വിശപ്പിനെ കുറിച്ചും ഫക്കീറിനെ കുറിച്ചും യതീമിനെ കുറിച്ചും അവരെ സഹായിക്കുന്നതിനെ കുറിച്ചും ഭക്ഷണം കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മളെ പഠിപ്പിച്ചത് വിശപ്പറിയുന്ന പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. അത് അനുഭവിച്ചറിഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, ആഴ്ചയിൽ 3 ദിവസത്തിലധികം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ അടുപ്പ് പുകയാറുണ്ടായിരുന്നില്ല. ഉമികളയാത്ത ഗോതമ്പിന്റെ പരിപരുത്ത റൊട്ടി മാത്രമാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന കാലം വരെ കഴിച്ചിരുന്നത്. നമ്മൾ കഴിക്കുന്ന മിനുസപ്പത്തിരി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിച്ചിട്ടേ ഇല്ല എന്ന് ആയിഷ ബീവി പറയും നമുക്ക് കാണാൻ സാധിക്കും. സഹോദരന്മാരെ, ഒരു ദിവസം വിശപ്പ് സഹിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ ആലോചിക്കണം, നമ്മുടെ സഹോദരന്മാർ, അത് നമ്മുടെ കൺമുന്നിലുള്ളവരെ കുറിച്ച് മാത്രമല്ല, ലോകത്ത് എവിടെ ജീവിക്കുന്നവരെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. 70 വർഷക്കാലമായിക്കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഫലസ്തീൻ ജനത, അവിടുത്തെ കുട്ടികൾ ഭക്ഷണം എടുത്ത് നമ്മുടെ വായിലേക്ക് രുചികരമായ ഭക്ഷണം എടുത്ത് വെക്കുമ്പോൾ നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഒരു പ്രാർത്ഥനയെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഈജിപ്തിലുള്ള സഹോദരന്മാർ അവർ കുപ്പികളിലും ബോട്ടിലുകളും ആക്കിക്കൊണ്ട് കടലിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. കാരണം അതിർത്തിയിൽ ആ ഭക്ഷണം പോലും തടഞ്ഞു വെക്കുന്ന കിരാതന്മാർ അത് എറിഞ്ഞു കൊടുക്കുകയാണ്. ആ വെള്ളത്തിലൂടെ ഒഴുകി എപ്പോഴെങ്കിലും അവിടെ എത്തി തന്റെ സഹോദരന്മാർക്ക് അത് ലഭിച്ചാലോ എന്ന പ്രതീക്ഷയോടുകൂടി, തവക്കുലോടുകൂടി അത് ഒഴുകി എത്തിയെന്ന് നമുക്ക് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സഹോദരന്മാരെ, ആ ഒരു പ്രതീക്ഷ അതുപോലും അവർക്ക് അമൃതുപോലെയാണ്. നമുക്കത് മനസ്സിലാകാത്തത് നമ്മൾ അങ്ങനെ ഒരു സ്റ്റേജിന്റെ അതിന്റെ അടുത്തുകൂടെ പോലും നമ്മൾ പോയിട്ടില്ല എന്നുള്ളതാണ്. ഓരോ കാലഘട്ടങ്ങളിലും ഇസ്രായേലിലെ കിരാതന്മാരായ ജൂതന്മാർ പല രീതിയിലുള്ള യുദ്ധമുറകളും ആ പാവപ്പെട്ട ജനതയ്ക്ക് നേരെ അവര് പയറ്റിയിട്ടുണ്ട്. നമുക്കറിയാം, വെറുതെ ഒരു ഭീതിപ്പെടുത്തലോ പേടിപ്പെടുത്തലോ നാടുകടത്തലോ ഒന്നുമല്ല അവരുടെ ഉദ്ദേശം. ആ വർഗത്തിനെ മുഴുവനും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഉദ്ദേശമാണ് അവരുടെ മനസ്സിൽ. നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഭക്ഷണം പോലും തടഞ്ഞുകൊണ്ട് പട്ടിണിക്കിട്ട് കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഭക്ഷണം പോലും തടഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിക്കണം സഹോദരന്മാരെ. അതിലൊടുവിലത്തെ രൂപമാണ് നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കിട്ടാതെ മക്കൾ മരിക്കുകയാണ്. 100 കണക്കിന് കുട്ടികൾ അവിടെ മരിച്ചു എന്ന് കണക്കുകൾ വരുമ്പോൾ സഹോദരന്മാരെ, നമ്മളൊക്കെ സുഭിക്ഷമായി തിന്നും കുടിച്ചും കഴിയുകയാണ്. എന്നിട്ട് ആ തിന്നുന്നതും കുടിക്കുന്നതും ഒക്കെ വീഡിയോ എടുത്തുകൊണ്ട് അതൊക്കെ റീൽസ് ആയിക്കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് താത്താമാരും കാക്കാമാരും ഒക്കെ. നമ്മൾ ആലോചിക്കണം, ഓരോ പുതിയ പുതിയ പലഹാരങ്ങൾ ഉണ്ടാക്കി അത് യൂട്യൂബില് അതിന്റെ വീഡിയോ ഇട്ട് അതിന്റെ ലൈക്കും കാത്തിരിക്കുന്ന ആളുകൾ, സഹോദരന്മാരെ, എന്ത് അഹങ്കാരമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കേണ്ട കാര്യമാണ് സഹോദരന്മാരെ. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ആളുകൾ കണ്ടിരുന്ന ഒരു വാക്കുണ്ട്, പലരും വായിച്ച് തള്ളിക്കളഞ്ഞ ഒരു കാര്യം. ഒരു ഖത്തീബ് ഖുതുബയിൽ പറഞ്ഞുവത്രേ, ലാ അഖ്ദിറു അലൽ കലാമി ബിസബബിൽ ജൂഅ്, വിശപ്പിന്റെ കാരണത്താൽ എനിക്കൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. വലാ തഖ്ദിറൂന അൻതും അല ഇസ്തിമാഅ്, അതുപോലെ തന്നെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് നിങ്ങൾക്കൊന്നും കേൾക്കാനും കഴിയുകയില്ല. അതുകൊണ്ട് അഖ്മിസ്സലാ, നമുക്ക് നമസ്കരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഖുത്ബ അവസാനിപ്പിച്ചു എന്ന്. അത് ഖുത്ബയാകട്ടെ, ഒരു മനുഷ്യന്റെ സംസാരമാകട്ടെ സഹോദരന്മാരെ, അത് നമുക്ക് സഹിക്കാൻ കഴിയുമോ? ഒരു വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഒരു മനുഷ്യൻ നമ്മുടെ മുന്നിൽ വന്ന് പറയുന്നതാകട്ടെ, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല, നിങ്ങൾക്കത് കേൾക്കാനുള്ള മനസ്സുമില്ല എന്ന് പറയുമ്പോൾ ആ ഒരു ജനതയെ നമ്മൾ എങ്ങനെയാണ് സഹോദരന്മാരെ മറന്നുപോകുക? എന്നിട്ട് നമ്മൾ ഇതൊക്കെ കാണും കേൾക്കും. ഇപ്പൊ ഇത് കേട്ടപ്പോൾ മനസ്സലിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ സഹോദരന്മാരെ, ഇനിയും നമ്മൾ കോമഡി പ്രോഗ്രാം കാണും. അതിന്റെ ഇപ്പുറത്ത് നമ്മളിരുന്ന് ചിരിച്ച് കളിച്ചിരിക്കും. നമ്മളുടെ കുട്ടി പട്ടിണി കിടക്കുകയാണെങ്കിൽ, പനി കൊണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാതിരുന്നാൽ, ഒരു ഐസിയിൽ കിടക്കുന്ന നമ്മളെ കുടുംബക്കാരകത്തുണ്ട് എങ്കിൽ പുറത്തു നിന്നുകൊണ്ട് എങ്ങനെയാണ് സഹോദരന്മാരെ നമ്മൾ കോമഡി പ്രോഗ്രാമുകൾ കാണുക? എങ്ങനെയാണ് നമുക്ക് ചിരിക്കാൻ സാധിക്കുക? നമ്മൾ ആലോചിക്കണം സഹോദരന്മാരെ. ഇതാണ് അവിടുത്തെ അവസ്ഥ. ഒരു UN-നും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. സഹോദരന്മാരെ, ഇതൊരു വലിയൊരു പരീക്ഷണമാണ്. വിശപ്പ് എന്ന് പറഞ്ഞാൽ വലിയൊരു പരീക്ഷണം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആയത്തുകളുടെ ആ സമാധാനത്തിലാണ് ഇന്നും അന്നുമൊക്കെ ആ ജനത കഴിഞ്ഞുകൂടുന്നത്.
വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. മിനൽ ഖൗഫി വൽ ജൂഇ, പേടി കൊണ്ടും അതുപോലെ തന്നെ വിശപ്പ് കൊണ്ടും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമുക്ക് കിട്ടിയിരിക്കുന്ന രണ്ട് അനുഗ്രഹങ്ങൾ, പേടിയില്ലാത്ത അവസ്ഥ, വിശപ്പില്ലാത്ത അവസ്ഥ. ഏറ്റവും പ്രയാസപ്പെടുത്തുന്ന അവസ്ഥയാണ് പേടിയും വിശപ്പുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. സഹോദരന്മാരെ, നമ്മളൊക്കെ സുഭിക്ഷമായിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ വെടിയൊച്ചകളും ആർത്തനാദങ്ങളും പൊട്ടിത്തെറിയൊച്ചകളും വിമാനങ്ങളുടെ ഇരമ്പലുകളും ഇല്ലാതെ ഒരുമിച്ചിരുന്ന് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന എത്രയോ ആളുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ട്. ഫലസ്തീനിലേക്ക് പോകണ്ട, നമ്മളെ ഇന്ത്യ രാജ്യം തന്നെ ആ രീതിയിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. വിശപ്പ് സഹിക്കാൻ പറ്റാതെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിശന്ന് മരിച്ചു പോകുന്ന ജനങ്ങൾ, വിശന്ന് മരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ പരിസരത്ത് പോലും നമ്മുടെ രാജ്യത്ത് പോലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. സഹോദരന്മാരെ, ഇത് അനുഭവിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാനാണ്. ശഅബ് അബി ത്വാലിബ് എന്ന കുന്നിന്റെ മുകളിൽ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മാസങ്ങളോളം പച്ചിലയും വെള്ളവും മാത്രം കുടിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വന്നു എന്ന് നമ്മൾ ചരിത്രത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ കാഠിന്യം നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? തന്റെ കാലിൽ ധരിച്ചിരിക്കുന്ന ചെരുപ്പ് വെള്ളത്തിലിട്ട് അതിന്റെ തുകൽ അത് കുതിർത്തി അതുപോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് ആയിഷ എന്താണ് ഭക്ഷണം കഴിക്കാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കാരക്കയും വെള്ളവും ഒരു ദിവസത്തെ ഭക്ഷണമാക്കിയ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹോദരന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. ആയിരക്കണക്കിന് ഹദീസുകൾ നിവേദനം ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമുക്ക് ഈ അറിവിന്റെ ഈ പാലാഴി നമുക്ക് പകർന്നു തന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. നമ്മൾ ആലോചിക്കുന്ന സഹോദരന്മാരെ, അദ്ദേഹം പുറത്ത് കാത്തു നിൽക്കുകയാണ്. പലരും കടന്നുപോയി, പല സ്വഹാബികളും കടന്നുപോയി, സലാം പറഞ്ഞു മടക്കിക്കൊണ്ടവർ കടന്നുപോയി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ അഭിമാനം സമ്മതിക്കുന്നില്ല. എന്നെ നിങ്ങൾ ആരെങ്കിലും ഭക്ഷണത്തിന് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ചോദിക്കാൻ കഴിയുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, അബൂ ഹുറൈറയെ കണ്ടു, സലാം പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മുഖം കണ്ടപ്പോൾ ചോദിച്ചു, അബൂ ഹുറൈറ, താങ്കൾ എന്തെങ്കിലും കഴിച്ചോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. അപ്പോഴാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രവാചകരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, 3 ദിവസമായി ഞാൻ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, ആയിഷ, എന്താണ് കഴിക്കാനുള്ളത്? വളരെ ലഘുവായിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിക്കാനുള്ള ഭക്ഷണമാണുള്ളത്, അത് രണ്ടുപേരും പങ്കുവെച്ച് കഴിച്ചു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരന്മാരെ, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കണ്ടറിഞ്ഞുവെങ്കിൽ നമ്മളുടെ അടുത്ത് കാലോട് കാൽ ചേർത്ത് വെച്ചുകൊണ്ട് നമസ്കരിക്കുന്ന എത്ര പേർ എത്ര രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ടാകും സഹോദരന്മാരെ. അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ, അവരുടെ മുഖം കണ്ടുകൊണ്ട് ചോദിക്കാൻ സഹോദരന്മാരെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട കാര്യമാണ്. നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഒരു രാത്രിയിൽ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഭക്ഷണം, വിശപ്പാണ് അവരെ പുറത്തിറക്കിയത്. ആദ്യം മുഹമ്മദ് ഇസ്ലാസം ഇറങ്ങി, 3 പേരും ഒരുമിച്ച് കണ്ടുമുട്ടുകയാണ്. നബി ഇസ്ലാസം ചോദിച്ചു, എന്താണ് നിങ്ങൾ പുറത്തിറങ്ങി കിടക്കുന്നത് രാത്രി? അപ്പൊ അവർ പറയുകയാണ്, വിശപ്പ് കൊണ്ട് കിടക്കാൻ കഴിയുന്നില്ല, ഉറങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു അൻസാരിയെ കണ്ടുമുട്ടുകയും ആ അൻസാരി അവരെ കൂട്ടിക്കൊണ്ടുപോയി അവർക്കൊരു ആടിനെ അറുത്തുകൊണ്ട് ഭക്ഷണം കൊടുക്കുകയാണ്. അങ്ങനെ വളരെ താല്പര്യത്തോടുകൂടി ഇഷ്ടത്തോടുകൂടി ആ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഒരു ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ചുകൊണ്ട് പറയുന്നത്, ലതുസ്അലുന്ന യൗമഇദിൻ അൻ ഹാദാ, ഇതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് ചോദിക്കാതിരിക്കുകയില്ല. കാരണം വിശപ്പാണ് നമ്മളെ 3 പേരെയും പുറത്തിറക്കിയത്. നമ്മൾ ആ അൻസാരിയെ കണ്ടതുകൊണ്ടും അദ്ദേഹം നമ്മളെ ക്ഷണിച്ചത് കൊണ്ടുമാണ് നമുക്ക് ഈ ഭക്ഷണം ലഭിച്ചത്. എന്നാൽ ഈ വിശപ്പ് കടിച്ചമർത്തിക്കൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഒരുപാട് ആളുകൾ ഈ മദീനയിലുണ്ട്. അതുകൊണ്ട് ഈ അനുഗ്രഹത്തെക്കുറിച്ച് അള്ളാഹു ചോദിക്കുമെന്ന് പറയുമ്പോൾ സഹോദരന്മാരെ, ഫലസ്തീനിലെ കുട്ടികൾ പട്ടിണി കിടക്കുമ്പോൾ, ഇന്ത്യയിലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് പ്രതിരോധങ്ങൾ ഏറ്റുകൊണ്ട് പട്ടിണി കിടക്കുമ്പോൾ, കഷ്ടപ്പെടുമ്പോൾ, നമ്മളുടെ നാടുകളിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു മനുഷ്യൻ പട്ടിണി കിടക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് എങ്കിൽ ആലോചിക്കുക, ലതുസ്അലുന്ന യൗമഇദിൻ അൻ ഹാദാ, ഇതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാതിരിക്കുകയില്ല എന്ന് സഹോദരന്മാരെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് കേട്ടുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുന്ന രംഗമാണ് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സഹോദരന്മാരെ, വിശപ്പിന്റെ വില അത് മനസ്സിലാക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നോമ്പ് പോലും നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അത് അതിന്റെ ഒരു ഉദ്ദേശം കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തേക്ക് ഹിജ്റ ചെയ്തുകൊണ്ടെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം പറഞ്ഞ ചില കാര്യങ്ങൾ, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അഫ്സുസ്സലാം, നിങ്ങൾ നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കണം, നിങ്ങളുടെ ബന്ധങ്ങൾ വളരുന്നതിന് വേണ്ടി. രണ്ടാമത് പറഞ്ഞ കാര്യം എന്താണ്? വഅത്ഇമുത് തആം, നിങ്ങൾ പരസ്പരം ഭക്ഷണം കൊടുക്കണം.
എല്ലാ സമയത്തും എല്ലാവർക്കും ഭക്ഷണം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അതിന് കഴിവുണ്ടായിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ നിങ്ങളുടെ സഹോദരന്റെ പട്ടിണി തിരിച്ചറിയണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. കുറച്ചു കാലം കഴിഞ്ഞ് മദീനയിലേക്ക് ഒരു കൂട്ടർ കടന്നു വരികയുണ്ടായി. അവർ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാൻ കടന്നു വന്നതാണ്. പക്ഷെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുഖത്തേക്ക് നോക്കി വിളറി വെളുത്ത് വയറൊട്ടിയ ഒരു കൂട്ടരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കുടുംബമോ ഗോത്രമോ ഒന്നും നോക്കിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവര് കഷ്ടപ്പെടുന്ന ആളുകളാണ്, അവരെ കണ്ടാൽ അറിയാം, അവർക്ക് ഭക്ഷണം വേണം, അവർക്ക് സൗകര്യങ്ങൾ വേണം. സഹാബത്തിനോട് പറഞ്ഞപ്പോൾ കുറെ ദീനാറുകളും ദിർഹമുകളും വസ്ത്രങ്ങളും കാരക്കകളും ഭക്ഷണ സാധനങ്ങളുമായി അവിടെ കൂമ്പാരമായി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ആകാശത്ത് വെട്ടി തിളങ്ങി നിൽക്കുന്ന ചന്ദ്രനെ പോലെ പ്രശോഭിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഹദീസ് റിപ്പോർട്ടർ പറയുകയാണ്. സഹോദരന്മാരെ, ഇതൊക്കെ വളരെ പ്രാധാന്യത്തോടുകൂടി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതാണ്. വിശപ്പിന്റെ കാര്യത്തിൽ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും നമുക്കൊരു പ്രശ്നമല്ല. വിശപ്പാണ് അവിടെ പ്രശ്നം. അവിടെ മുഖ്യ വിഷയം വിശപ്പാണ്. വിശപ്പുണ്ടോ അവന്റെ വിശപ്പടക്കിയിട്ട് ബാക്കി കാര്യമുള്ളൂ. ലൈസൽ മുഅ്മിനു അല്ലദീ യശ്ബഉ വജാറു ജാഇഉൻ ഇലാ ജംബൈഹി. സ്വന്തം വീടിന്റെ പരിസരത്ത് ഒരു അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ടെന്നവൻ വിശ്വാസിയല്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് സഹോദരന്മാരെ? നമ്മൾ വിശ്വാസിയാണ് എന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ചിടുന്നൊരു കാര്യമില്ല. നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് പോലും താൽക്കാലികമായി പുറത്തു പോകുന്ന ഒരു അവസ്ഥയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ നരകത്തിലെത്തിക്കാൻ ചിലപ്പോൾ ഒരു പട്ടിണി പാവത്തിനെ കൊണ്ട് സാധിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ചെറിയ ജീവിക്ക് പോലും ഫീ കുല്ലി കബദിൻ റത്ബത്തിൻ ഖൈർ അജ്റുൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതായത് പച്ചക്കരളുള്ള ഏത് ജീവിക്കും ഭക്ഷണം കൊടുക്കുന്നത്, അതിനോട് കരുണ കാണിക്കുന്നത് അത് പ്രതിഫലാർഹമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരുപാട് ആയത്തുകളിൽ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. മുനാഫിക്കിന്റെ സ്വഭാവമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു എന്താണ്? വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോകുമെന്ന് നമ്മൾ പറഞ്ഞു. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കുന്നവനെ നീ കണ്ടുവോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. ദീനിന്റെ വലിയ ആളാണ്, വലിയ പ്രവർത്തകനാണ്. ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം, അവൻ ആരാണ്? അവൻ എങ്ങനെയാണ് കളവാക്കുന്നത്? നമസ്കാരം നോമ്പൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല. ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം, അവൻ യതീമിനെ ആട്ടി ഓടിക്കുന്നവനാണ്. വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ, മിസ്കീന് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ പ്രോത്സാഹനം നൽകാത്തവനാണ്. എന്താണ് പ്രോത്സാഹനം നൽകാത്തവൻ എന്ന് പറഞ്ഞത്? അവൻ കൊടുക്കില്ല, മറ്റുള്ളവരെ കൊണ്ട് കൊടുക്കാനും സമ്മതിക്കാത്ത ആളുകൾ. മിസ്കീനെ കണ്ടാലും അത് മനസ്സിലാക്കുന്നവന് മനസ്സിലാക്കാൻ സമ്മതിക്കാത്ത ആളുകൾ. സൂറത്തു ഹാഖയിൽ നമുക്ക് കാണാം, നരകവാസികളെ കുറിച്ച് പറയുന്നു, ഖുദു ഫഅല്ലു, അവരെ പിടിച്ചു ബന്ധിക്കൂ, സുമ്മൽ ജഹീമ സല്ലു, എന്നിട്ട് നരകത്തിലിട്ട് കരിക്കൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സുമ്മ ഫീ സിൽസിലത്തിൻ ദറഉഹാ 70 ദിറാഅ, 70 മുഴം വരുന്ന ആ ചങ്ങലയിൽ അവരെ ബന്ധിക്കൂ, ഫസ്ലുകു, അവരെ ബന്ധിക്കൂ എന്ന് അല്ലാഹു പറയും. കാരണം എന്താണ്? ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അലീം, അവൻ യഥാർത്ഥ രൂപത്തിൽ അല്ലാഹുവിനെ വിശ്വസിച്ചില്ല. രണ്ടാമത് പറഞ്ഞ കാര്യം വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ, മിസ്കീന് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ അവൻ പ്രോത്സാഹനം നൽകാത്തവരാണ്. സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കണം. നരകവാസികളെ കാണുമ്പോൾ സ്വർഗവാസികൾ ചോദിക്കും, മാ സലക്കക്കും ഫീ സഖർ, എന്താണ് ഈ സഖർ എന്ന് പറയുന്ന ഈ കഠിനമായ നരകത്തിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒന്നാമത്തെ കാര്യം, ഖാലു ലം നക മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല, ഒരു പറച്ചിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. വലം നക നുതഇമുൽ മിസ്കീൻ, മിസ്കീന് ഭക്ഷണം കൊടുക്കാത്തവരുമായിരുന്നു ഞങ്ങൾ. നരകത്തിൽ പോകാൻ കാരണം എന്താണ്? നമസ്കരിക്കാത്തത് മാത്രമല്ല, മിസ്കീന് ഭക്ഷണം കൊടുക്കാത്തതായിരുന്നു കാരണമെന്ന് സഹോദരന്മാരെ നരകവാസികൾ സ്വർഗവാസികളോട് പറയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരന്മാരെ, ഈ നാട്ടിൽ പട്ടിണി പാവങ്ങളുണ്ട് എങ്കിൽ നമ്മൾ നരകത്തിലാകാൻ അവർ മാത്രം മതി കാരണമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആവശ്യമായ സഹകരണങ്ങൾ, ആവശ്യമുള്ളിടത്ത് സഹായങ്ങൾ എത്തിക്കാൻ നമുക്ക് സാധിക്കണം. സഹായം ആവശ്യമുള്ളിടത്ത് എത്തിച്ചു കൊടുക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടാക്കുവാൻ സഹോദരന്മാരെ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സഹോദരന്മാരെ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ഭയഭക്തിയുള്ള ദാസന്മാരായി ജീവിച്ചു മരിക്കുവാൻ പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഗൗരവപൂർവ്വം വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണം എന്നുള്ളതല്ല, വിശപ്പ് അല്പം അവശേഷിപ്പിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാനാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു മനുഷ്യൻ നീട്ടി ഏമ്പക്കം വിടുകയാണ്. ഭക്ഷണം കഴിച്ച് അതിന്റെ ഗ്യാസ് കൊണ്ട് പുറത്തേക്ക്, ആ ഗ്യാസ് പോകുന്നതിനാണ് ഏമ്പക്കം, അത് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുഫ അന്ന ജുഷാഅക്, നിന്റെ ആ ഏമ്പക്കം ഞങ്ങളിൽ നിന്ന് പിടിച്ചു വെക്കുക.
ഫഇന്ന അക്സറഹും ശിബഅൻ ഫി ദുനിയ, ദുനിയാവിൽ ഏറ്റവും അധികം വയറ് നിറക്കുന്നവൻ അത്വലഹും ജൂഅൻ യൗമൽ ഖിയാമ, പരലോകത്തെ ഏറ്റവും അധികം വിശക്കുന്നവനായിരിക്കും. ദുനിയാവിൽ ഏറ്റവും അധികം വയറ് നിറക്കുന്നവൻ പരലോകത്തെ ഏറ്റവും അധികം വിശക്കുന്നവനായിരിക്കുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നുണ്ട്, യഅലം അന്ന കസറത്തുൽ അക്രി ശുർമുൻ, ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുക എന്നത് അതൊരു മോശം സ്വഭാവമാണ്. വഅന്നഹു യൻബഗി അൻ നുഫർരിഖ അമ്മൻ ഉരിഫ ബിദാലിക, അങ്ങനെ ഭക്ഷണ കൊതിയന്മാരായിക്കൊണ്ട് തീറ്റപ്രിയന്മാരായിക്കൊണ്ട് അറിയപ്പെടുന്നവരിൽ നിന്ന് നിങ്ങൾ നിൽക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്കും ആ സ്വഭാവം പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇതിനെ ശർഹ് ചെയ്യുന്ന പണ്ഡിതന്മാർ പറയുന്നുണ്ട്. സഹോദരന്മാരെ, ഒരിക്കലും നമ്മൾ തീറ്റക്കാരെന്ന് അറിയപ്പെടരുത്. അവൻ വലിയൊരു തീറ്റപ്രിയനാണെന്ന് അറിയപ്പെടുന്നത് വലിയൊരു ബഹുമതി ആയിക്കൊണ്ട് നമ്മൾ ഒരിക്കലും കാണരുത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരോട് സംസാരിക്കാതിരിക്കുമ്പോൾ തന്നെ ഭക്ഷണത്തിനെ കുറിച്ചായിരിക്കും അവർ കൂടുതൽ പറയാനുണ്ടാകുക. ഇന്ന സ്ഥലത്ത് നല്ല നല്ല മട്ടൻ ബിരിയാണി കിട്ടും, അവിടെ നല്ല ബീഫ് കിട്ടും, ഇന്ന സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ നാടൻ ചോറ് കിട്ടും, അവിടെ നല്ല കരിമീൻ പൊള്ളിച്ചത് കിട്ടും, ചെമ്മീൻ വറുത്തത് കിട്ടും. ഇങ്ങനത്തെ സംസാരങ്ങൾ മാത്രം സംസാരിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിനുവേണ്ടി വണ്ടി പിടിച്ചു പോകും. ഇവിടെ ആളുകളുടെ പട്ടിണിനെ പറ്റിയിട്ടൊക്കെ ഇവർ പറയും, വലിയ വാചാലന്മാരാകും. പക്ഷെ ഇവർ വലിയ തീറ്റക്കാരാണ്. എവിടെ തിന്നാൻ എവിടെ കിട്ടുന്നോ അവിടെയൊക്കെ ഓടി നടക്കുന്ന അല്ല അക്കാലുൻ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, തീറ്റപ്രിയന്മാരായ ആളുകൾ. അതായി പോകാൻ പാടില്ല എന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അത് വയറിന് തന്നെ വലിയൊരു പണിയാണ്. നമ്മുടെ ഭക്ഷണത്തിന്റെ രുചി പോലും അത് നഷ്ടപ്പെടുത്തി കളയും. അപ്പൊ നോമ്പ് പിടിച്ചുകൊണ്ട് ആ നോമ്പ് നോറ്റ് പകൽ മുഴുവൻ നമ്മൾ നോമ്പ് നോറ്റ് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു നാരങ്ങാവെള്ളം കുടിക്കുമ്പോൾ അതിന്റെ രുചി അത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഒരു സമൂസ കഴിക്കുമ്പോൾ ആ സമൂസ യഥാർത്ഥ ടേസ്റ്റിൽ നമ്മൾ കഴിക്കുന്ന എപ്പോഴാണ്? നോമ്പ് പിടിക്കുന്ന സമയത്താണ്. ഒരു തണ്ണിമത്തന്റെ ഒരു പീസ് കിട്ടിയാൽ, അതിന്റെ ഒരു ജ്യൂസ് കിട്ടിയാൽ നമ്മളത് ഏറ്റവും ടേസ്റ്റോട് കൂടി കഴിക്കുന്ന എപ്പോഴാണ്? അത് നോമ്പ് പിടിക്കുന്ന സമയത്താണ്. അപ്പൊ നമുക്ക് ടേസ്റ്റ് കൂടണമെങ്കിൽ നമ്മൾ കുറച്ച് പട്ടിണി കിടക്കണം. നമ്മൾ കുറച്ച് ഭക്ഷണത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോഴാണ് നമുക്കത് അനുഭവിക്കാൻ സാധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനു യശ്റബു ഫി മിഅൻ വാഹിദ, ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അവനൊരൊറ്റ വയറ്റിലാണ് വെള്ളം കുടിക്കുന്നത്, അവനൊരൊറ്റ വയറ് കൊണ്ടാണ് വെള്ളം കുടിക്കുന്നത്. വൽ കാഫിറു യശ്റബു ബി സബ്അതി അംആഇൻ, എന്നാൽ കാഫിർ കഴിക്കുന്നത് അവൻ 7 വയറാണുള്ളത്, 7 വായി കൂടെയാണ് അവൻ ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണപ്രിയന്മാരായിക്കൊണ്ട് സഹോദരന്മാരെ നമ്മൾ മാറാൻ പാടില്ല. ഇന്ന് റീൽസുകൾ പോലും പരിശോധിച്ചാൽ തിന്ന് ഓരോന്ന് കടിച്ചു വലിക്കുന്നതും ഉണ്ടാക്കുന്നതും പൊരിക്കുന്നതും ഒക്കെ കാണിച്ച് ഇതൊക്കെ കാണിച്ച ആളുകളിൽ നിന്ന് എങ്ങനെയെങ്കിലും കുറെ ലൈക്ക് ഉണ്ടാക്കാനും അതിന് പൈസ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് കുടുംബത്തോടെ ഇറങ്ങിയിരിക്കുന്ന ആളുകൾ, കുറെ താത്താമാരെ അതിനു വേണ്ടിയിട്ട് അടുക്കള കാണിക്കുന്നതിന് വേണ്ടി കുറെ ആളുകളുണ്ട്. സഹോദരന്മാരെ, നമ്മൾ അതിന്റെ ആളുകളായി മാറാൻ പാടില്ല. ഒരിക്കലും തിന്നാൻ വേണ്ടിയിട്ടല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചത്. ചിലർ കണ്ടാൽ തോന്നും നമ്മളെ ഏറ്റവും വലിയ ഉദ്ദേശം എന്താണ്? തീറ്റയാണോ? നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരുത്ത തിന്നാൻ വേണ്ടിയിട്ടല്ല ജീവിക്കേണ്ടത്, ജീവിക്കാൻ വേണ്ടിയിട്ട് കഴിക്കുന്നവരാകണം. ഇങ്ങനെയൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ആലോചിക്കുക, എത്ര ആളുകൾ ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാതെ നമ്മളൊക്കെ ഹോട്ടലിൽ കയറിയിട്ട് 100-600 രൂപക്ക് ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ ചിലവാക്കുന്ന പൈസയാണ്. അരമണിക്കൂർ കൊണ്ട് ചിലവാക്കുന്നത് 100-600 രൂപ വെറുതെ അങ്ങോട്ട് കയറി പൊട്ടിക്കുകയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ പറയും ഫലസ്തീൻ, ഗസ അവിടെ കഷ്ടപ്പെടുന്നു. ഇതൊക്കെ വെറുതെ കപടന്മാരുടെ വാക്കല്ലാതെ വേറെ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളെ സഹോദരന്മാരെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. അതുപോലെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തെന്ന അനുഗ്രഹം നമ്മൾ ആലോചിക്കണം. ഭക്ഷണം കഴിച്ച് ഒരല്പം വയറൊക്കെ ബാക്കിയിട്ടിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരന്മാരെ എഴുന്നേക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് ദാരിദ്ര്യം വരുന്നതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നമ്മൾ അഭയം തേടണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജൂഇ, അല്ലാഹു വിശപ്പിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. ഫഇന്നഹു ബിസൂഇൽ ലജീഇ, അത് ഏറ്റവും മോശപ്പെട്ട പുതപ്പാണി എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. നമുക്ക് കിടന്നുറങ്ങാൻ കഴിയില്ല, നമ്മളെ കൂടെ കിടക്കുന്ന വിശപ്പാണെങ്കിൽ കിടന്നുറങ്ങാൻ സാധിക്കുകയില്ല. അത് നമ്മൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥ വരാതിരിക്കാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. ഈ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാതിരിക്കാൻ പ്രാർത്ഥിക്കണം. സഹോദരന്മാരെ, വിശക്കുന്നവരെ കണ്ടില്ല എന്നടിക്കുന്ന ഒരു സമീപനം നമുക്കുണ്ടാകാൻ പാടില്ല. അവരെ കഴിയുന്ന രീതിയിൽ സഹായിക്കാൻ സഹോദരന്മാരെ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.